വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഞാനൊരു സിമ്പിളായിട്ടുള്ള ഗൗണാണ് ഇട്ടിരിക്കുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഷോപ്പിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ മുഖത്ത് മോയ്സ്ചറൈസർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റാണ്. നമുക്കത് നമ്മുടെ ടാനൊക്കെ കളഞ്ഞ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ടോണിനെ പുറത്തേക്ക് കൊണ്ടുവരാനും അതുപോലെ ഹെൽത്തായിട്ട് നമ്മുടെ സ്കിൻ ഹെൽത്തുമായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറും കൂടിയാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഞാനിപ്പം സ്കിൻ കെയറിനെ പറ്റിയിട്ടും മേക്കപ്പിനെ പറ്റിയിട്ടുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫുൾ വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു സിമ്പിളായിട്ടൊന്ന് ഐലൈനറും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോ പെൻസിൽസ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ബ്രൗൺ ഷെയ്ഡുള്ളത് ചൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം അതാകുമ്പോൾ നമ്മുടെ ഐബ്രോസ് ഫില്ലായിരിക്കുന്ന പോലെയും ഭയങ്കര ഓവർ അല്ലാത്ത പോലെ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഐലൈനർ ഇട്ട് കൊടുത്തു. പിന്നെ ഹുദ ബ്യൂട്ടീൻ്റെ ലിപ്പ് ലൈനർ വെച്ച് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തു. ലിപ്പ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്കും ലിപ്സ് ഫുള്ളറായിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതിന് ഷുഗർ പോപ്പിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുത്ത്. പിന്നെ ഹെയർ ഒന്ന് ക്യൂട്ടായിട്ട് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു ഹെയർ ബോ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പോയിട്ട് വരാം. ഞങ്ങളിവിടെ ആലുവയിൽ മുട്ടത്തുള്ള നെല്ലിക്ക റെസ്റ്റോറൻറ്റിലാണ് പോയത്. നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ കഞ്ഞി കുടിക്കാൻ ക്രേവിങ് വന്നിട്ട് അങ്ങനെ കഞ്ഞിയും മീൻ പൊരിച്ചതും അങ്ങനെ കുറേ ചമ്മന്തിയും പപ്പടമൊക്കെ ആയിട്ട് ഒരു ക്യൂട്ട് ഷെഫിൻ ടൗൺ ആണത്. അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ.